ഭംഗി വല്ലും നിങ്ങളെ നല്ല മുല്ലമുട്ടിന്റെ വല്ലും ജോഡിയും നിങ്ങളെ വല്ലും ജോഡിയും കാണുന്ന നേരം മല്ലും ചോടിയും തെല്ലും കാണുന്ന നേരം തെല്ലും കാണുന്ന നേരം കല്ലും മായങ്ങി പോവേ കാര്യം കല്ലും മായങ്ങി പോവേ അല്ലോ ജഗൽ പ്രസിദ്ധം എന്നല്ലോ ജഗൽ പ്രസിദ്ധം പൂയൻ ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ ദർശനം നടത്തേണ്ടതാണ്. സൗകര്യഭൂപം എന്നെ വിസ്മരിച്ചു. നിങ്ങൾക്കറിയാമോ, സീതാദേവി ഭൂമിപുത്രിയാണ്. എൻ്റെ അച്ഛൻ ജനക മഹാരാജൻ എടുത്തു വളർത്തിയെന്ന് മാത്രം. പക്ഷെ ഞാനോ അദ്ദേഹത്തിൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്നവൾ. എന്നിട്ടും ജനകാത്മജയെന്ന് എന്നെ വിളിക്കാതെ നിങ്ങളും എന്നെ അവഗണിച്ചു. ഇങ്ങനെ അവഗണനയുടെ എത്രയെത്ര കഥകളാണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കണോ ആ കഥ? ഒരു കഥ പറയാം, കഥനം തൊടുമ്പോ ഒരു കഥ പറയാം. കഥ പറയാം, ഒരു കഥ പറയാം, കഥനം തൊടുമ്പോ ഒരു കഥ പറയാം. ശാരിക പാടാത്ത മാമുനി പറയാത്ത നേരിന്റെ നേരുള്ള കഥ പറയാം. ശാരിക പാടാത്ത മാമുനി പറയാത്ത നേരിന്റെ നേരുള്ള കഥ പറയാം. ദുഃഖത്തിൽ നനവുള്ള കഥ പറയാം, ദുഃഖത്തിൽ നനവുള്ള കഥ പറയാം. കഥ പറയാം, ഒരു കഥ പറയാം, കഥനം തുളുമ്പും ഒരു കഥ പറയാം. കഥ പറയാം, ഒരു കഥ പറയാം.
ജലസമാധിക്ക് വേണ്ടിയുള്ള യാത്ര, ജലധിയുടെ ആഴങ്ങൾ തേടിയുള്ള യാത്ര, ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത അന്ത്യയാത്ര. രാജമാതാക്കളുടെയും അന്തപ്പുര സ്ത്രീകളുടെയും കൂട്ട നിലവിളി ഉയർന്നു. പക്ഷെ ലക്ഷ്മണൻ അതൊന്നും ഗൗനിച്ചില്ല. നടന്നു. ആ യാത്രയിലും താൻ മറ്റാരെക്കാളും സ്നേഹിക്കുന്ന, ആദരിക്കുന്ന തന്റെ എല്ലാമെല്ലാമായ ജ്യേഷ്ഠന്റെ നാമം ലക്ഷ്മണന്റെ ചുണ്ടുകൾ ഉരുവിട്ടു. രാമനാമം. രാമ രാമ ജയ രാമ ഹരേ രാമ രാമ ശ്രീരാമ ഹരേ രാമ രാമ ജയ രാമ ഹരേ രാമ രാമ ശ്രീരാമ ഹരേ രാമ പാഹി മാം രാമ രാമ പാഹി മാം രാവണാന്തകാവി ഭോ രാമ രാമ പാഹി മാം രാമ പാഹി മാം രാമ രാമ പാഹി മാം. ഉച്ചസ്ഥായിലെത്തി. പക്ഷെ എല്ലാ ആരവങ്ങൾക്കും മീതെ ഒരു സ്ത്രീയുടെ തേങ്ങൽ അവിടെ മുഴങ്ങി. ഞാനും വരുന്നു, എന്നെ കൊണ്ടുപോ. സാരിപുത്ര, ഇത് ഞാനാണ്, അങ്ങയുടെ ധർമ്മപത്നി ഊർമിള. വിവാഹം കഴിഞ്ഞ് അങ്ങനെ വേർപിരിഞ്ഞിരുന്നത് 1-2 വർഷമല്ല, നീണ്ട 14 സംവത്സരങ്ങൾ. അന്ന് കാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നുവെന്ന് അറിയാമോ കൂടെ പോരെ. പക്ഷേ എന്നോടൊരു വാക്ക് പോലും യാത്ര പറയാതെ അങ്ങ് പോയില്ലേ. എന്നാൽ ഇന്ന് ഈ അവസാന യാത്രയിലെങ്കിലും ഹരിപുത്ര എന്നെ കൂടെ കൊണ്ടുപോകും. പക്ഷെ ലക്ഷ്മണൻ അതൊന്നും ഗൗനിച്ചില്ല. പിന്തിരിഞ്ഞു നോക്കാതെ ജലധിയുടെ ഓളങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അതാ മുമ്പോട്ട് പോകുന്നു. ഓർമ്മളെ ഓടിച്ചെന്ന് ആ നദിയിലേക്ക് ഇറങ്ങി. രാമായണം കഥയെഴുതുവണ്ടാലും ഉടകാഗണത്തിൽ ചെന്നിരുന്നു. നീരിരണ്ടു നീർമിഴികൾ ഭൂമിയെ നീ തന്നെയായിരുന്നു. നീരിരണ്ടു നീർമിഴികൾ ഭൂമിയെ നീ തന്നെയായിരുന്നു. ബഹുമാനരെ, ആദികാവ്യമായ രാമായണം, ആ പദം സൂചി കഥാപാത്രങ്ങളുമുള്ള രാമായണം പോലെ ഒരു ഇതിഹാസ കഥയിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരുപോലെ മിഴിവാക്കാൻ കഴിയുന്നവരില്ല. എങ്കിലും വാൽമീകിയെപ്പോൾ ഒരു കഥാകാരൻ ഒരിക്കലും വിസ്മരിച്ചുകൂടാത്തൊരു കഥാപാത്രമുണ്ട് രാമായണത്തിൽ. ഒരു പരിഭവവും ആരോടും പറയാതെ, ആരെക്കൊണ്ടും അല്ലാത്തതൊന്നും പറയിക്കാതെ വിനീതമായ തന്റെ വേഷം ആടിക്കടന്നുപോയ ഒരു കഥാപാത്രം. ദുഃഖത്തിന്റെ മഹാസാഗരമുള്ളിൽ അലയടിക്കുമ്പോഴും ത്യാഗത്തിന്റെ മൂർത്തിമദ്ഭാവമായി മാറുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ, ആ ക്ഷത്രിയ ഗതികയെ സഹതേ സംശം ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. ഊർമിള. മുന്നിൽ നിന്നു വിക്കായക ദർശനം സായൂജ സന്തായകം സായൂജ സന്തായകം ചക്രകലാധര ശൈലീശ്വര മുന്നിൽ നിന്നു വിക്കായക ദർശനം സായൂജ സന്തായകം സായൂജ സന്തായകം ഉൾപ്പുണരം കൊള്ളും പാത്രകളിൽ നിർവാണ സുഖമറിയും ഞാൻ ചിത്തരാകും. ഉൾപ്പുണരം കൊള്ളും പാത്രകളിൽ നിർവാണ സുഖമറിയും ഞാൻ ചിത്തരാകും.
രാമ ഹേ ശ്രീ